DJ Osmo Pocket 3 ക്രിയേറ്റർ കോംബോ. നമ്മളിവിടെ പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ തന്നെ ഈ മൈക്ക് ഇതുമായിട്ട് കണക്റ്റ് ആവുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് ഹബീബി കം ടു മൈ ചാനൽ. സോ അങ്ങനെ ഞാനും വാങ്ങിയിരിക്കുകയാണ് DJ Osmo Pocket 3 ക്രിയേറ്റർ കോംബോ. അപ്പോൾ ഞാൻ ഈ DJ Pocket 3 ക്രിയേറ്റർ കോംബോ വാങ്ങാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയൊരു ചാനലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ട്രാവൽ വ്ളോഗാണ്. ഫുൾ ഓൺ ട്രാവൽ, ഡെയിലി ലൈഫ് സ്റ്റോറീസ് അങ്ങനെയുള്ളൊരു കണ്ടൻറ്റ് പറയുന്നൊരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ളൊരു വ്ളോഗിങ്, ഒരു ട്രാവൽ മൂവിങ് ആക്ഷൻ രീതിയിലുള്ള വീഡിയോകൾക്കൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഏത് ക്യാമറയാണ് പെർഫെക്റ്റ് എന്നിങ്ങനെ ഒന്ന് റിസർച്ച് നടത്തിയപ്പം എനിക്ക് കിട്ടിയ ഫസ്റ്റ് ചോയ്സാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മുതൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഒരു ബോക്സ് ഉണ്ട്. ഇതൊരു ബോക്സിൽ പാക്കായിട്ടാണ് വരുന്നത്. പിന്നെ വേറൊരു ബോക്സ് ഉണ്ട്. സോ അപ്പം ഈ ഒരു ബോക്സിനകത്തിൽ വരുന്നത്, അപ്പോൾ ഇത് ഒരു പ്രൊട്ടക്റ്റർ കേസാണ്. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തിൽ ഗിംബിൽ വെച്ച് സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സേഫായിട്ട് ആ ഗിംബിൽ ഇതിനകത്ത് ഇരുന്നോളും. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. എനിക്കിത് ഫുൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് അളിയന്മാർ അയച്ചേക്കുന്നത്. ഇതിനകത്തിൽ ഇതൊരു കവറാണ്. ഈ കവർ ഓപ്പൺ ചെയ്യുമ്പം ഇതിനകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേ. സോ അപ്പോൾ ഇതാണ് DJ Osmo Pocket 3. അപ്പോൾ ഇനി ഇതിനകത്തിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, നമുക്കൊരു സ്റ്റാൻഡായിട്ട്, ഗിംബലിൻ്റെ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് വേറൊരു ഉപകാരമുണ്ട്. ഇത് ഒരു പവർ ബാങ്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാര്യം നമ്മുടെ ബാറ്ററി, നമ്മൾ ഒരുപാട് എന്താ പറയുക ലോങ് ട്രാവലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബാറ്ററി, നമ്മുടെ ഇതിനകത്തുള്ള ഇൻബിൽഡ് ബാറ്ററി ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഇത് ഒരു പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാം. ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഗിംബിൽ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ലോങ് ടൈം നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ കൊണ്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത വേറെ എന്തുകൊണ്ടോ നോക്കാം. അടുത്ത വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിലുള്ളത് ഇതാണ്. ഇത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡാണ്, ട്രൈപോഡിൻ്റെ സ്റ്റാൻഡാണ്. നമ്മൾ ഇങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ട്രൈപോഡ് സ്റ്റാൻഡാണ്. പിന്നെ ഇനി ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ DJ Osmo ക്രിയേറ്റർ കോംബോ പാക്കറ്റിനകത്തിൽ വരുന്നത്. അതിൽ ഇത് നമ്മുടെ ഓസ്മോ, ഇത് നമ്മുടെ ട്രൈപോഡ്, നമുക്കൊരു പവർ ബാങ്കായിട്ട് വേണമെങ്കിൽ പറയാം. ഇത് എന്താണ് ഞാൻ നോക്കട്ടെ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഗിംബലിൻ്റെ ഈ ഒരു ലെഗ്, ഈ ലെഗ് കണക്ട് ചെയ്യാൻ, നമ്മുടെ ക്യാമറയും ലെഗുമായിട്ട് കണക്ട് ചെയ്യാനെ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതുണ്ടല്ലേ, ഇതിങ്ങനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്തുള്ള ഇതുണ്ട്, ഈ ഒരു മൈക്ക് ക്രിയേറ്റർ കോംബോയ്ക്ക് അതിൽ മാത്രമേ ഇങ്ങനെ ഒരു മൈക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അതല്ലാതെ നമുക്ക് Pocket 3 ആയിട്ട് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്ക് എക്സ്ട്രാ മേടിക്കേണ്ടി വരും. ഇതിൻ്റെ ഏറ്റവും വലിയ, അതായത് എപ്പോഴും ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങളൊരു ട്രാവൽ വ്ളോഗർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ക്രിയേറ്റർ കോംബോ മേടിക്കാനേ പറയത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ ഒന്നും എക്സ്ട്രാ മേടിക്കേണ്ട, മൈക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ മാത്രമല്ല ഇതിനകത്തിൽ ക്രിയേറ്റർ കോംബോയ്ക്കകത്തുള്ള ഈ Pocket 3 ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻസർ 1 ഇഞ്ചാണ്. പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ, ഇത് നമ്മുടെ നോയ്സ് ഒക്കെ കട്ട് ചെയ്യാനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു എന്താ പറയുക, കുഞ്ഞി പൂച്ചക്കുട്ടി. ഇത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ, ഈ നമ്മൾ ഔട്ട്ഡോറൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് നോയ്സ് ഉള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നോയ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു റിസ്റ്റാണ്. നമുക്കിങ്ങനെ ഇതിൽ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും. വലിയ ഹെവി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇത്രയാണ് ഇതിനകത്തുള്ള ഒരു ഐറ്റംസ്. ഞാനിതൊന്ന് കണക്ട് ചെയ്യാം. ഞാൻ ക്രിയേറ്റർ കോംബോ കണക്ട് ചെയ്തു. ഇതിനകത്തിൽ ഇത് ഒരു പവർ ബട്ടൺ ആണെന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. പിന്നെ ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ട് ഇവിടെ, ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ ഇതൊന്ന് ഓണാക്കി. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്, ഇതിന് ഇൻറ്റേർണൽ മെമ്മറി ഇല്ല. നമ്മളിതിന് ഒരു SD കാർഡ് ഇട്ട് കൊടുക്കണം. അതായത് ഇതിപ്പോൾ ഞാൻ ഇതിന് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ച ഒരു 256 ഒരു സാൻഡിസ്കിൻ്റെ ഒരു SD കാർഡാണ്. അപ്പോൾ ഈ SD കാർഡ് ഇടുന്ന പോർട്ടാണ് ഈ കാണുന്നതാണ് SD കാർഡ് ഇടുന്ന പോർട്ട്. അപ്പോൾ ഇതിലിട്ട് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു മൈക്ക് എന്ന് പറയുന്നത് 3-in-1 ബിൽറ്റ് മൈക്കാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മൈക്കാണ്.
ഇത് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ തന്നെ ഈ മൈക്ക് ഇതുമായിട്ട് കണക്റ്റ് ആവുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇത് ഒരു വൈഡ് ആംഗിൾ ലെൻസാണ് കേട്ടോ. ഇതൊരു വൈഡ് ആംഗിൾ ലെൻസാണ്. നമുക്ക് ഒരുപാട് നല്ല ഈ വൈഡ് ഷോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് വൈഡായിട്ടുള്ള കുറേ ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ഇതൊരു മാഗ്നറ്റാണ്. അതായത് ഈ മാഗ്നറ്റ് എന്തിനാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് ഈ നമ്മുടെ മൈക്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്കിനെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഇങ്ങനെ ഷർട്ടിനകത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ഈ മാഗ്നറ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. നമ്മളിപ്പോൾ എല്ലാം അങ്ങനെയല്ലേ കാണിക്കുന്നത്. ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ മൈക്ക് വെക്കുന്നു. ഇത്രയുള്ളൂ പരിപാടി. സിമ്പിൾ. മൈക്കും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ജസ്റ്റ് ഈ ഒരു DJ ഒരു ലോഗോ മാത്രം ഇവിടെ കാണാം. ഇനി ഇതിൻ്റെ ഷൂട്ടിംഗ് മോഡുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിൽ നമുക്ക് 2 മോഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഒന്ന് റീൽസായിട്ട്, അതായത് വെർട്ടിക്കൽ മോഡിലും ഷൂട്ട് ചെയ്യാം. 2 ഹൊറിസോണ്ടലായിട്ടും, അതായത് നമുക്ക് യൂട്യൂബിന് വേണ്ടിയിട്ടും ഷൂട്ട് ചെയ്യാം. അതായത് ഒരു വെടിക്ക് 2 വെച്ച് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഇത് വെർട്ടിക്കൽ മോഡാണ്. ഇത് നമുക്ക് റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്കിത് എങ്ങനെ ഹൊറിസോണ്ടലാക്കാച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അതായത് ഇങ്ങനെ വെച്ചാൽ വെർട്ടിക്കൽ, ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേന് ഹൊറിസോണ്ടലായി, ഓട്ടോമാറ്റിക് അത് ഹൊറിസോണ്ടലായി. പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഷൂട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. റീൽസിൽ നിന്നും യൂട്യൂബ് വീഡിയോയിലോട്ടൊക്കെ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് ബാറ്ററി ഫുള്ളാക്കാം. കാര്യം ഇത് ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ലോങ് ഡ്രൈവിലൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പവർ ബാങ്കായിട്ട് കൂട്ടുക, ഇത് ചാർജ് ചെയ്തിടുക, എന്നിട്ട് കൂടുതൽ ഒരു പവർ ബാങ്ക് കൂടെ കൂട്ടിക്കും. എന്നിട്ട് ഇതിൻ്റെ ബാറ്ററി തീരുമ്പം ഇതങ്ങോട്ട് കുത്തി ചാർജ് ചെയ്യുക. 20 മിനിറ്റ്സിൽ ഇത് ഫുൾ ചാർജ് ആവും. ആ സമയത്തൊക്കെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പവർ ബാങ്ക് കുത്തിയിട്ടാൽ വീണ്ടും ഇത് ഫില്ലാവും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്ര വേണേലും നമുക്ക് ഷൂട്ട് ചെയ്യാം. നമുക്ക് ബാറ്ററി തീരുമെന്നുള്ള പേടി വേണ്ട. നമുക്ക് എന്താ പറയുക, പവർ ബാങ്കോ അല്ലെന്നുണ്ടെങ്കിൽ പവർ സോക്കറ്റ് തപ്പി ഓടേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു DJI പോക്കറ്റ് ക്രിയേറ്റർ കോംബോ നമ്മൾ മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് ഇത് വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം ഇതിനകത്തിൽ ഈ ബാറ്ററിയും ഈ ട്രൈപോഡും ഇതൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം ഇത് വാട്ടർ പ്രൂഫ് അല്ല. ഈവൻ ഒരു ചെറിയ മഴയ്ക്കകത്ത് പോലും നിങ്ങളിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് അടിച്ചു പോകും. പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വാറണ്ടിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടി തരത്തിൽ അവന്മാർ നിങ്ങൾ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വിടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളം തൊടിയിക്കരുത്. ഇതിൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്, ബാക്ക് ക്യാമറ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ക്യാമറ സ്വിച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു ബട്ടണിൽ അസുഖം നമ്മുടെ മൊബൈൽ ഇത് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിപ്പം ബാക്ക് ക്യാമറയായി. ഇനി നേരെ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഫ്രണ്ട് ക്യാമറ വന്നു. അയ്യവ, അടിപൊളിയാണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഷൂട്ട് മോഡിലോട്ട് വരാം. ഷൂട്ട് മോഡ് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇത് 4K ഉണ്ട്. 4K നമുക്ക് 24 മുതൽ നമുക്ക് 60 ഫ്രെയിം വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. 4Kക്കകത്തിൽ റീലിനകത്തിൽ നമുക്ക് 3K മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രെയിം റേറ്റ് 24 തൊട്ട് 60 വരെ ഷൂട്ട് ചെയ്യാം. പക്ഷെങ്കിൽ റീലിനകത്തിൽ നമുക്ക് 4K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പകരം റീലിനകത്തിൽ 3K വരെ നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. നല്ല അടിപൊളി ഫോട്ടോ ക്വാളിറ്റിയാണ് ഇതിനകത്തിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് DJI Osmo ക്രിയേറ്റർ കോംബോയെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഗിയർ ആയിരിക്കും ഈ ഒരു DJI Osmo ക്രിയേറ്റർ കോംബോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുമ്പം ഉറപ്പായിട്ടും നിങ്ങൾ കോംബോ എടുക്കണം. കാര്യം കോംബോ എടുത്തെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ക്രിയേറ്റർ കോംബോ എടുക്കുക. സോ അപ്പോൾ എന്തായാലും മക്കളെ, ഈ കിഡിലൻ പോക്കറ്റ് 3 കോംബോയ്ക്കകത്തിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ എൻ്റെ പുതിയ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അന്നേരം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾ DJI പോക്കറ്റ് 3 ക്രിയേറ്റർ കോംബോ പാക്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാനപ്പോൾ അതിന് മറുപടി തരാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.